വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് ഇന്ന് വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളാണ് സഭയിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഔസേപ്പിതാവ് വളരെ നിശബ്ദനായിട്ടാണ് സുവിശേഷങ്ങളിൽ നമ്മൾക്ക് അറിയപ്പെടുന്നത്. എന്നാൽ അവിടുത്തെ ആ നിശബ്ദതയ്ക്ക് ഒരു വലിയൊരു അർത്ഥമാണ് ഉള്ളത്. ആ അർത്ഥം നമുക്ക് ഒരു വലിയ ആത്മീയത പകർന്നു തരുന്നതാണ്. എപ്രകാരമാണ് ഒരു ക്രൈസ്തവൻ ആയിരിക്കേണ്ടത്? മൂന്ന് കാര്യങ്ങളാണ് ഒരു ക്രൈസ്തവനെ നയിക്കേണ്ട കാര്യങ്ങൾ. അത് മൂന്ന് കാര്യങ്ങൾ ഈ ഔസേപ്പിതാവിലെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഒന്ന്, എല്ലാ ക്രൈസ്തവനെ സംബന്ധിച്ചും ഒരു ആത്മീയമായ പ്രബുദ്ധത, അല്ലെങ്കിൽ എ പവർ ഓഫ് സ്പിരിറ്റ്, ഒരു സ്പിരിച്വൽ പവർ ഉള്ളവന് മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്ന് ഏറ്റവും അധികം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഈ സ്പിരിച്വൽ പവർ എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയോ അത് തീർന്നുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ ഒരു സ്പിരിച്വൽ പവർ ഉള്ള വ്യക്തികള് ജീവിതത്തില് പൊട്ടിത്തെറിക്കില്ല. അപ്പൊ ഔസേപ്പിതാവിന്റെ ജീവിതത്തില് നമ്മൾ കാണുന്ന ഒരു വലിയ പ്രത്യേകത അതാണ്. എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെയൊക്കെ സധൈര്യം നേരിടുവാനായിട്ട്, അതെല്ലാം ഏറ്റെടുക്കുവാനായിട്ട് മുന്നോട്ട് വരുന്ന ഔസേപ്പിതാവിനെയാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഔസേപ്പിതാവിന്റെ ഒരു മഹനീയ മാതൃക നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ഒരു മാൻ ഓഫ് സ്പിരിറ്റ്, ഒരു ആത്മീയമായ ശക്തി അദ്ദേഹത്തില് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നാലും, എന്തെല്ലാം ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകൾ അടിച്ചാലും അതിനെ ചെറുത്ത് നിൽക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് വലിയ ഒരു വ്യക്തിയാക്കി മാറ്റിയത്. അപ്പൊ സ്പിരിച്വൽ പവർ നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തില് നേതൃത്വം കൊടുക്കുന്നവരും കുടുംബങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവരിലും നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പവറാണ് സ്പിരിച്വൽ പവർ. ആ പവർ നമുക്ക് കിട്ടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ഈ പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയിലൂടെയാണ് ഈ സ്പിരിച്വൽ പവർ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഈശോയും അതുപോലെ തൻ്റെ ജീവിതത്തിലെ വളരെയധികം സമയം ചെലവഴിച്ചത് പ്രാർത്ഥനയിലാണ്. അവിടുന്ന് മലയോരങ്ങളിലും കടൽ തീരങ്ങളിലും വിജനതകളിലും ഒക്കെ പോയി അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അത് കണ്ട ശിഷ്യന്മാര് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന മനോഹരമായ പ്രാർത്ഥന കർത്താവ് അവരെ പഠിപ്പിക്കുകയും നമുക്കതൊരു വലിയ അമൂല്യ സമ്പത്തായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം നമുക്ക് ഉണ്ടാകേണ്ട ഒന്നാണ് പവർ ഓഫ് ദ സ്പിരിറ്റ്. അത് കിട്ടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥന നമുക്കറിയാം, പല വിധത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, സമൂഹത്തിന്റെ പ്രാർത്ഥനയുണ്ട്, കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ നാം പങ്കെടുക്കുന്നതിലൂടെ നമ്മളെ തന്നെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഞായറാഴ്ചകളിലുള്ള നമ്മുടെ കുർബാനയിലുള്ള പങ്കാളിത്തം, അതുപോലെ ദൈവവചന വായനകള്, വിശുദ്ധ ഗ്രന്ഥ പാരായണവും അത് ശ്രവിക്കുന്നതും ഒക്കെ നമ്മെ ശക്തിപ്പെടുത്തുന്ന, ആത്മീയമായിട്ട് നമ്മെ പ്രബുദ്ധരാക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ആദ്യത്തെ ഒരു ആവശ്യകത ആത്മീയമായ ഉണർവ്, ആത്മീയമായിട്ട് നമുക്ക് നല്ല പ്രബുദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ മനുഷ്യന്റെ അതിപ്പോ ക്രൈസ്തവം മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥർക്കും ഉണ്ടാകേണ്ടത് ഈ പവർ ഓഫ് ദ സ്പിരിറ്റ്. രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒന്നാണ് ദ മോറൽ പവർ. ഇന്ന് ഇതും വളരെയധികം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യര് എന്തെങ്കിലും കടം മേടിച്ച അത് കൊടുക്കാനായിട്ട് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നു.
പിന്നെ മറ്റുള്ളവന്റെ മുതല് എങ്ങനെയെങ്കിലും നമുക്ക് കൈക്കലാക്കാൻ എന്താ മാർഗം എന്ന് അന്വേഷിച്ച് നടക്കുന്നു. ഇങ്ങനെ നാം കടപ്പെട്ടിരിക്കുന്നവരോട് നീതി പുലർത്താതെ നമ്മള് എല്ലാം സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രകൃതി ഇന്ന് വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ സ്വത്തുക്കളോ മറ്റുള്ളവരുടെ സമ്പാദ്യങ്ങളോ ഒക്കെ എൻ്റേതാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇന്ന് വളരെയധികം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആ മോറൽ പവർ നഷ്ടപ്പെടുന്നവരിലാണ് അത് കാണുന്നത്. അപ്പൊ ആ മോറൽ പവർ കൂടി നമുക്ക് ആവശ്യമാണ്. മഹാത്മാഗാന്ധി, അദ്ദേഹം ഒരു ഹൈന്ദവനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം ശക്തിപ്പെടുത്തിയത് പ്രാർത്ഥനയിലൂടെയും ഒരു അപ്രൈറ്റ് മോറൽ സ്റ്റാൻഡിലൂടെയുമാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത്. ആരുടെ മുമ്പിലും തലകുനിക്കാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും അതിനാൽ തന്നെ അദ്ദേഹത്തിന് വളരെയധികം പീഡനങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു വലിയ ശക്തി, ഊർജം എന്ന് പറയുന്നത് അദ്ദേഹം പുലർത്തിയിരുന്ന സ്പിരിച്വൽ മോറൽ പവറായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ചെറുപ്പകാലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഉള്ള ഒരു അനുഭവം അദ്ദേഹം പറയുന്നത്, ബീഡി വലിക്കുന്ന അല്ല, പുക വലിക്കുന്നത് പാപമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ പുകവലിക്കാനുള്ള ഒരു വലിയ തൃഷ്ണ അദ്ദേഹത്തെ നയിച്ചിരുന്നു. അദ്ദേഹം പുകവലിച്ചു. എന്നിട്ട് അപ്പൊ അദ്ദേഹത്തിന് അത് വലിയ ഒരു കുറ്റബോധം തൻ്റെ മനസ്സിൽ അതിങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹം അത് ചെന്ന് തൻ്റെ പിതാവിനോട് അത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് പിന്മാറുന്നതിനും പിന്നീട് അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാതിരിക്കുന്നതിനും വേണ്ട പവർ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മോറൽ ലൈഫിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ മുതൽക്കൂട്ടുകളായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം ഒരു ഹിന്ദു മനുഷ്യനായിരുന്നിട്ട് കൂടി അദ്ദേഹം സ്പിരിച്വൽ പവറും മോറൽ പവറും കീപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം വളരെയധികം പരിശ്രമിക്കുകയും അദ്ദേഹം അതിന് ഉദ്യമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്നാണ് ദ തേർഡ് പവർ. 3 പവറാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഒന്ന് പവർ ഓഫ് ദ സ്പിരിറ്റ്, പവർ ഓഫ് മോറൽ പവർ, ദെൻ ദ പവർ ഓഫ് സഫറിങ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്ന ഒന്നാണ് ദ പവർ ഓഫ് സഫറിങ്. പ്രത്യേകിച്ചും ഈ നോമ്പ് കാലത്ത് സഭ നമ്മെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രത്യേക കാര്യം ഇതാണ്. ഒരുപക്ഷെ മറ്റുള്ള മതങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിലോ ഒക്കെ ഇത്രയും സഫറിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ കണ്ടില്ല എന്ന് വരാം. എന്നാൽ ക്രിസ്ത്യാനിറ്റി എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് നമുക്കുണ്ടായിരിക്കേണ്ട ആ പവർ ഓഫ് സഫറിങ്, എല്ലാ സഫറിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയമായ പ്രബുദ്ധതയുണ്ട്, നമുക്കൊരു ശക്തി നമുക്ക് ലഭിക്കുകയാണ്. അത് നമുക്ക് ഒരുപിടി കാര്യങ്ങളെ മറികടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ചില സഫറിങ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നമ്മൾ തള്ളിക്കളയരുത്, തട്ടിക്കളയരുത്. ആ സഫറിങ്ങിലൂടെ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ശക്തി അവിടുന്ന് സഹിച്ച പീഡകളായിരുന്നു. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സഹനങ്ങൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അപ്പോൾ ഈ നോമ്പുകാലം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒന്നാണ് സഹനങ്ങളിലൂടെ കടന്നുപോയ ഈശോയെ അനുകരിക്കുക. പലപ്പോഴും നമ്മളിപ്പോൾ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോൾ നമ്മൾ കുരിശ് എടുക്കാനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തും നടന്ന് മുട്ടുകുത്തി അതിലൊക്കെ ഒരു സഹനത്തിൻ്റെ ഭാവങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു അവസ്ഥയ്ക്കും സഹനങ്ങളെ ഏറ്റെടുക്കാനുള്ള സന്നദ്ധതയും സന്മനസ്സും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാണെങ്കിൽ ജീവിതത്തിലെ വിജയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഈ 3 കാര്യങ്ങളുടെ ഒരു പ്രബുദ്ധത അല്ലെങ്കിൽ അതിനോടുള്ള നമ്മുടെ മനോഭാവത്തിൽ വരുത്തേണ്ടതായ ഒരു വലിയ ചൈതന്യം, ഒരു തീക്ഷ്ണത നമുക്കുണ്ടാകണം. ഒന്ന്, പവർ ഓഫ് ദ സ്പിരിറ്റ്, ദാറ്റ് ഈസ് വി ഗെറ്റ് ഇറ്റ് ഫ്രം
ബൈ പ്രയർ. പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയമായ ശക്തി. അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ നമ്മൾ പുലർത്തുന്നതായ നീതി, ന്യായം, അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഒരു മോറൽ പവർ, നീതി നടപ്പാക്കുന്നതിലൂടെയാണ് നമുക്ക് മോറൽ പവർ നമുക്ക് വളർത്തുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നീതി പുഴ പോലെ ഒഴുകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് സമാധാനം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ നീതി ഇല്ലാത്തിടത്ത് സമാധാനം ഉണ്ടാകുകയില്ല. ഇന്ന് ലോകത്തിൽ കാണുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം നീതി അല്ല ചെയ്യുന്നത്, നീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്, അല്ല സ്വന്തം ഇഷ്ടത്താല് ചെയ്യുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ താൻ പോരിമ, ഞാനാണ് ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ നാടിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അധികാരി എന്ന രീതിയിൽ മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്തുവാനോ മറ്റുള്ളവരെയൊക്കെ ആധിപത്യം പുലർത്തുവാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴാണ്, അപ്പോൾ ആ ഒരു അർഹിക്കുന്നവന് നീതി ലഭിക്കാതെ വരുമ്പോൾ അസമാധാനം ഉണ്ടാകുന്നു. അത് വലിയ കറ്റാസ്ട്രോഫി, വലിയൊരു നാശത്തിലേക്ക് അത് കൊണ്ടു ചെല്ലുന്നു. മൂന്നാമതായിട്ട് നമുക്ക് ദ പവർ ഓഫ് ദ സഫറിങ്, വേദനകളിലൂടെ കടന്നുപോയ ഈശോ നേടിയെടുത്ത ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയിലും നമുക്ക് വലിയ ഒരു ഇൻറ്റഗ്രിറ്റി, ജീവിതത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ നോമ്പുകാലം സഭ നമ്മൾക്ക് മുമ്പിൽ വെക്കുന്ന ഈ കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കുകയോ ഭക്ഷണം എന്നൊക്കെ വേണ്ടെന്ന് വെക്കുകയോ അതൊക്കെ ഒരു അത് തന്നെ അല്ല നമ്മുടെ പവർ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന നിഷ്ഠ, അതിനോട് നമ്മൾ പുലർത്തുന്നതായ കൃത്യത, ഇതൊക്കെയാണ് നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നോമ്പുകാലത്തിന്റെ നന്മകൾ ആശംസിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇനിയിപ്പോൾ അവസാന ഞായറാഴ്ച വരുന്നു, പിന്നെ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതെല്ലാം വളരെ നമുക്ക് ഉപകാരപ്രദമാകുന്ന ദിവസങ്ങളാണ്. നന്മ ചെയ്യാൻ സാധിക്കുന്ന നല്ല ദിവസങ്ങളാണ്. വളരെയധികം കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നമുക്ക് വരുന്ന നഷ്ടങ്ങളെ പരിഗണിക്കാതെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊള്ളുന്നു. കർത്താവ് ഈശോയെ, ഈ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ടും അനുസ്മരിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിത മാതൃക വഴി ഞങ്ങൾക്ക് ഒരു ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപ നൽകി ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾക്ക് ഒരു പ്രബുദ്ധമായ ഒരു ക്രിസ്തീയത, അത് പ്രാർത്ഥനയിലൂടെയും നീതി നടപ്പാക്കുന്നതിലൂടെയും ബാക്കി സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയുമാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവെ, ആ വഴിത്താരയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് പ്രത്യേകിച്ചും ഈ നോമ്പ് കാലത്ത് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, മറിയോസേ പിതാവെ, വാഴ്ത്തപ്പെട്ടവരെ, വിശുദ്ധാത്മാക്കളെ, മാലാഖമാരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.